എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിന് പൊട്ടിച്ചേര് എന്ന അന്നദാന പദ്ധതി ഇവിടെ 10 വർഷത്തിലധികമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ ആകുമ്പോൾ സഹായിക്കുന്നുണ്ട്. യാതൊരു മുടക്കം കൂടാതെ നമുക്കിത് നടത്താൻ കഴിയുന്നുണ്ട്. നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും ഇത് വിഭാവനം ചെയ്തെങ്കിലും ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെ സൗകര്യാർത്ഥം നമ്മൾ ഈ അന്നദാനം നടത്തി വരുത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് സ്പോൺസർമാരൊന്നുമില്ല, എന്നാലും കുറേശ്ശെ ഒരു കൊടമന സുരേന്ദ്രൻ, ലത ബാബു, ഹരിഹര അയ്യർ, അങ്ങനെ 3 ആൾ കുറേശ്ശെ പൈസ തന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും അവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യാന്നുള്ളതാണ്. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ മുരളി അകമ്പടി വിദ്യാഭ്യാസം കൃഷ്ണകലി ആശാനാണ്. നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടിയുടെ കൺവീനർ കൂടിയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് അതുകൊണ്ട് സാധ്യത പോകും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ രാജേഷാണ്. ഗുരുവായൂർ സാമൂഹിക പ്രവർത്തകനാണ്. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സജീവ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹത്തോടും പ്രാർത്ഥനയോടും നമ്മുടെ സജീവ പ്രവർത്തകനും സംഘത്തെ സാധ്യതകളും മാമനുണ്ട്. 2 പേരും സാധ്യതയുണ്ട്. പ്രേംജി ഗുരുവായൂർ നമ്മുടെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മളെ അറിയാൻ സഹായിക്കുന്ന പ്രേംജി ഗുരുവായൂരിൻ്റെ സാഹചര്യങ്ങളുണ്ട്. കൂടാതെ നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ സ്വീകരിക്കാൻ ചിന്തിച്ചപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം സാഹചര്യങ്ങളുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബഹുമാനായ മുരളിയേട്ടൻ പറഞ്ഞ മാതിരി നമുക്ക് ഇന്ന് സ്പോൺസർ ഇല്ലെങ്കിലും ഇന്ന സ്പോൺസർ ഉണ്ട്. കുറച്ചൊക്കെ നമുക്ക് ഇന്ന് അവർക്കൊക്കെ നല്ലത് മാത്രം വരട്ടെ. പിന്നെ നമുക്ക് വസ്ത്രദാനം ഇന്ന് ചെയ്തിരിക്കുന്നത് നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ അന്തരിച്ച പിള്ളനഴി ഗോപിയേട്ടനാണ്. അദ്ദേഹത്തിന് എന്തായാലും ആത്മാവിനെ നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് തോന്നിയ നല്ലൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ, നല്ല പുതിയ വസ്ത്രങ്ങളും അതിൽ കുറച്ചൊക്കെ പുതിയതും പഴയതുമായുള്ള വസ്ത്രങ്ങളും അവരിന്ന് തരുന്നുണ്ട്. നമുക്കിന്ന് ഗോപിയേട്ടനാണ് വസ്ത്രദാനം. അതിനൊക്കെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ രാജേഷാണ്. രാജേഷ് നമുക്ക് ഈ ചേംബർ കൊമേഴ്സിൻ്റെ തുടക്കം മുതൽ വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന അന്നദാനം, ഞാനൊക്കെ രാജേഷിൻ്റെ കൂടെ വന്ന ആളാണ്. രാജേഷാണ് എന്നെ ഈ ചേംബർ കൊമേഴ്സിൻ്റെ പൊതിച്ചോറ് എന്ന പരിപാടിക്ക് രാജേഷാണ് എന്നെ തുടങ്ങുന്നത്. അപ്പോൾ രാജേഷിനോട് ആ കടപ്പാടില്ല, അത് വേറെ വിഷയം. പിന്നെ അത് കൂടാണ്ട് രാജേഷാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്ത്. എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജേഷിനെ ഏറ്റവും സന്തോഷത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്യുവാനായി ക്ഷണിക്കുന്നു. നമ്മളെന്തായാലും എല്ലാ കൊല്ലം ചെയ്യാറുമാതിരി ഇക്കൊല്ലം ഓണത്തിന് നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ നടത്തുന്നുണ്ട്. എന്നാലും എല്ലാ കൊല്ലം നമ്മൾ ടീച്ചറുടെ വീട്ടിൽ വെച്ചാണ് നടത്താറുണ്ടെങ്കിലും ഇക്കൊല്ലം ചിലപ്പോൾ വേദി ഒന്ന് മാറാനുള്ള ടീച്ചറുടെ വീട്ടിൽ അടുത്തൊരു ബന്ധു മരിച്ചതിന് കാരണം അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വേദി നമ്മൾ മാറും. നമ്മൾ അടുത്ത വ്യാഴാഴ്ച അത് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും ടോക്കണും തരും. ടോക്കൺ അനുസരിച്ച് സദ്യ ഒരു 10 തൊട്ട് അല്ലെങ്കിൽ 9:30 തൊട്ട് 11:30 വരെ നമ്മൾ സദ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും തലേ വ്യാഴാഴ്ച ഇവിടുന്ന് ടോക്കൺ കൈപ്പറ്റണം. ടോക്കൺ കൊണ്ടുവരുന്നവർക്ക് മാത്രമേ സദ്യ ഉണ്ടാവുള്ളൂ. ഓണപ്പടയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉറപ്പ് വയ്ക്കാൻ അപേക്ഷിക്കും.
ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.